ഗാന്ധി തൊപ്പിയും കറുത്ത വസ്ത്രവും അണിഞ്ഞ് മഹാത്മജിയെ അനുസ്മരിച്ച് സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. കോഴിക്കോട് ട്രയാങ്കിൾ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് വേറിട്ട സംഗമം നടത്തിയത്. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ നിന്നായിരുന്നു ട്രയാങ്കിൾ സാംസ്കാരിക സംഘടനാ പ്രവർത്തകരും മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹികളും അണിനിരന്ന റാലി ആരംഭിച്ചത്. ഗാന്ധിയൻ ആദർശങ്ങളെ മറന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളോടുള്ള പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രം അണിഞ്ഞാണ് പ്രവർത്തകർ സംഗമത്തിൽ പങ്കെടുത്തത്. സ്മൃതി സംഗമം ട്രയാങ്കിൾ കോർഡിനേറ്റർ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി സ്മരണയ്ക്ക് എന്തിനാണ് കറുത്ത വസ്ത്രം? ഒരു കറുത്ത ടീഷർട്ടും കറുത്ത മുണ്ടും വെള്ളത്തൊപ്പിയും ഗാന്ധി തൊപ്പിയും അണിഞ്ഞുകൊണ്ടുള്ള പരിപാടിക്ക് ഈ കറുത്ത വസ്ത്രത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അവർ ചോദിക്കേണ്ടായി. അപ്പോൾ അവർക്ക് വളരെ വിശദമായി തന്നെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഗാന്ധി സ്മരണകളെ ആദരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി. പക്ഷേ ഗാന്ധിയ തത്വങ്ങളെ വിസ്മരിക്കുന്നവർക്കെതിരെയുള്ളൊരു പ്രതിഷേധമാണ് ഈ കറുത്ത വസ്ത്രം എന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ ആണോ എന്ന് യുവജനങ്ങളെങ്കിലും ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ചെറിയ നടപടിക്രമം മാത്രമാണിത്. NCP ജില്ലാ പ്രസിഡന്റ് EK സലീന അധ്യക്ഷയായി. സർവോദയ മണ്ഡലം പ്രസിഡന്റ് TKA PK കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ അബ്ദുൾ റസാഖ്, MEC7 കാലിക്കറ്റ് ബീച്ച് കോർഡിനേറ്റർ TPM ഹാഷിർ അലി, കേരള ജനസമ്പർക്ക വേദി ജനറൽ സെക്രട്ടറി P അനിൽ ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ബീച്ച് വഴി പഴയ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയാണ് സംഗമം സമാപിച്ചത്. ട്രയാങ്കിൾ സാംസ്കാരിക സംഘടന കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു മുന്നിൽ തൊടുപുഴയിലും എറണാകുളത്തും ഗാന്ധി സ്ക്വയർ, പട്ടാമ്പിയിലെ മേലെ പട്ടാമ്പി എന്നിവിടങ്ങളിലായി സംസ്ഥാനത്തെ 5 കേന്ദ്രങ്ങളിലായാണ് ഗാന്ധി സ്മൃതി സംഗമം നടത്തിയതെന്ന് ട്രയാങ്കിൾ സംസ്ഥാന ചെയർമാൻ NA മുഹമ്മദ് കുട്ടി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.